എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളോട് ക്ഷമിക്കാത്ത ഒരു മനോഭാവം ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ കഴിയും, ചില വർഷങ്ങളായിട്ട് ഇതെൻ്റെ ജീവിതത്തിൽ സത്യമാണ്. അത് ഈ സത്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞാൻ ക്ഷമിക്കേണ്ട ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചതുകൊണ്ട് എനിക്ക് ദൈവത്തോട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ കഴിയും. നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമായി സംസാരിക്കാൻ കഴിയില്ല. നീ മരിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് നീ ചിലരോട് ക്ഷമിക്കാതിരിക്കുന്നത്. മറ്റൊരു വാക്കിൽ നീ പിശാചിനെ ആരാധിക്കുകയാണ്. എങ്കിൽ നിന്റെ ഭാര്യയോട് നീ ക്ഷമിക്കത്തില്ല. 10 കൊല്ലം മുമ്പ് അവരുടെ പങ്കാളി അവരോട് ചെയ്ത ഒരു കാര്യം അവരിപ്പോഴും അവരുടെ ഓർമ്മയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 12 കൊല്ലം മുമ്പ് നീ ഇങ്ങനെ എന്നോട് ചെയ്തില്ല. ആ തീയതി പോലും അവർക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവർ പറയും. എന്നിട്ട് പറയും, ഇത്ര വർഷം മുമ്പ് ഇത്രാം തീയതി നീ ചെയ്തത് ഓർമ്മയുണ്ടോ? എന്തൊരു ഓർമ്മശക്തി! അവർ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത്. അവർ യേശുവിനെ കണ്ടിട്ടേ ഇല്ല. അവരുടെ വീട്ടിൽ അവർ പിശാചിനെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് അവർ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗൗരവമായിട്ട് ക്രിസ്ത്യ ജീവിതം എടുക്കാത്തത്? കാരണം മാതാപിതാക്കൾ പിശാചിനെയാണ് ആരാധിക്കുന്നത്. നീ പിശാചിനെ ആരാധിക്കുന്നത് നിർത്തിയെങ്കിലേ നിന്റെ കുഞ്ഞുങ്ങൾ ഗൗരവമായി ക്രിസ്ത്യ ജീവിതം എടുക്കത്തുള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ ആ ക്രൂശിൽ നീ മരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, അതിന് നിങ്ങൾക്ക് ദൈവം ധാരാളം അവസരങ്ങൾ തരും. ഈ ലോകത്തിൽ അതിനുള്ള അനേക അവസരങ്ങളുണ്ടാകും. മറ്റു ചില കാര്യങ്ങളോട് ദൈവം ഇവിടെ എന്നെ കാണിച്ചു. യേശു അവരോട് ക്ഷമിക്കുക മാത്രമായിരുന്നില്ല. 32-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദൈവവചനം നിങ്ങൾ ശ്രദ്ധയോടുകൂടെ വായിക്കുക. ആരെങ്കിലും എന്നെ പിശാചെന്ന് വിളിച്ച നിങ്ങളുടെ കാര്യം മാത്രമല്ല, ആരെങ്കിലും ഈ വിശാലമായ ലോകത്തിൽ ആരെങ്കിലും ഒരിക്കൽ പറഞ്ഞ ഏതോ ഒരു കാര്യത്തെ പറ്റിയല്ല, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്കു പറഞ്ഞാൽ അതിനർത്ഥം വരുന്ന 2000 വർഷം. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ആ വാക്കിൻ്റെ അർത്ഥം പറയാം. വരുന്ന 2000 വർഷം ആരെങ്കിലും എനിക്കെതിരെ പറയുന്ന ഏത് കാര്യവും ഇപ്പം തന്നെ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അതിനെയാണ് ഭാവിയിലേക്കുള്ള ക്ഷമ എന്ന് പറയുന്നത്. യേശു ഇവിടെ പറയുന്നത് അതാണ്. തന്നെ അനുഗമിക്കാനാണ് കർത്താവ് എന്നോടും പറയുന്നത്. അവനെ അനുഗമിക്കാൻ ഞാനും തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. എനിക്കെതിരെ ഭാവിയിൽ ആരെങ്കിലും ചെയ്യുന്നതോ പറയുന്നതോ ആയ എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് അടുത്ത കൊല്ലമായിരിക്കാം സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ അടുക്ക വന്ന്, സഹോദര, 1 മാസം മുമ്പ് നിന്നെക്കുറിച്ച് ഈ ആൾ ഇന്നതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, 1 മാസം മുമ്പ് ഞാനത് ക്ഷമിച്ചതാണ്, അല്ലെങ്കിൽ 1 വർഷം മുമ്പ്. അവർക്കത് മനസ്സിലാകില്ല. ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വചനം വായിക്കുക. ഈ പുസ്തകം പോലെ മനോഹരമായൊരു പുസ്തകം ലോകത്തിലില്ല. നിന്റെ ബുദ്ധി കൊണ്ട് നിനക്കിത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ നീ ക്രൂശിൻ്റെ വഴിയെ കൂടെ പോകാൻ തയ്യാറാണെങ്കിൽ ഇതിൽ നിന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ നീ കണ്ടെത്താനിടയാവും. അനേക വർഷങ്ങൾ എനിക്കിത് മനസ്സിലായില്ല. എൻ്റെ ബുദ്ധി കൊണ്ടല്ല, ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കുമ്പോഴേ എനിക്കിത് മനസ്സിലാകത്തുള്ളൂ. പിശാചിനെ ആരാധിക്കുന്ന നിർത്തി യേശുവിനെ ആരാധിക്കുമ്പോഴേ മനസ്സിലാവും. അപ്പോഴേ വചനം എനിക്ക് മനസ്സിലാവും. കള്ളപ്രവാചകന്മാർ ദൈവവചനം മനസ്സിലാക്കിയതുപോലെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ഈ ദൈവവചനം മനസ്സിലാക്കുകയുള്ളൂ. പഴയ നിയമത്തിലെ കള്ളപ്രവാചകന്മാരെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ഇന്നും അനേകം കള്ളപ്രവാചകന്മാർ ഈ ലോകത്തിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. ദ്രവ്യാഗ്രഹമാണ് ഒരു കള്ളപ്രവാചകനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അവർ പണത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ദൈവവചനത്തിലുള്ള ഈ കാര്യം അവർക്ക് കാണാൻ കഴിയില്ല. അവരുടെ ലക്ഷ്യം അവരെ തന്നെ ഉയർത്തുകയും അവർക്ക് പേരുണ്ടാക്കുകയുമാണ്. ഈ സഭയിൽ നമ്മുടെ വിളി ആളുകളെ യേശുക്രിസ്തുവിനെ പോലെ ആക്കുന്നതാണ്. ഇവിടെ വരുന്നവർ, നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവർ, നമ്മളെ കേൾക്കുന്നവർ, അവർ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവരെ അനുസരിക്കുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മൾ ജീവിക്കുന്ന വിധം അവരൊരിക്കലും മറക്കയില്ല. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ജീവിക്കേണ്ട ഒരു വിധമുണ്ട്.
നമ്മുടെ ചാർച്ചക്കാർ, നമ്മളുമായിട്ട് അടുത്തിടപഴകുന്നവർ, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, അവർ നമ്മൾ പറയുന്ന അംഗീകരിക്കുന്നില്ലായിരിക്കാം. നമുക്കെതിരെ പലതും പറയുമായിരിക്കാം. എന്നാൽ അനേക വർഷം കഴിഞ്ഞും അവർക്ക് ഈ കാര്യം ഓർമ്മയുണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കണ്ടിട്ടുണ്ട്. അതായിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അത് അവരെ കർത്താവിലേക്ക് തിരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയും. പ്രസംഗം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ട്രാക്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല. അത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേക പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്? ആളുകൾ എന്നോട് മോശമായിട്ട് പെരുമാറിയ സമയത്ത് എൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഏതെങ്കിലും തരത്തിൽ എന്നെ ഉപദ്രവിച്ചപ്പോൾ മതഭക്തരായ ആളുകൾ ഇന്ത്യയിൽ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി. ഒരു നിസ്സാര കാര്യത്തിന് 16 വർഷം എന്നെ ജയിലിലിടാനായിട്ട് അവരാഗ്രഹിച്ചു. സുപ്രീം കോടതി വരെ അവർ പോയി. ദൈവമുമ്പാകെ എനിക്ക് പറയാം, അപ്പോഴും ഞാൻ അവരെ സ്നേഹിച്ചു. അവരവരെ തന്നെ ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, അവരെ സ്വർഗത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവരോട് ക്ഷമിക്കണം. അവർ നിന്നെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരോടൊപ്പം സ്വർഗത്തിൽ സന്തോഷിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ദോഷം ചെയ്യാൻ ആഗ്രഹിച്ച ഇവരോടൊപ്പം. അത് എൻ്റെ കഴിവുകൊണ്ടല്ല. പരിശുദ്ധാത്മാവ് അതിനെനിക്ക് ശക്തി തന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. 16-ാം വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യർ 3:16. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൻ്റെ ശക്തിയാൽ ശക്തിയോടെ ബലപ്പെടണം. അന്യഭാഷ പറയാനായിട്ടല്ല. ഞാൻ അന്യഭാഷ പറയുന്ന ഒരാളാണ് കഴിഞ്ഞ 48 വർഷമായിട്ട്. അത് ഞാനും ദൈവമായിട്ടാണ്, പരസ്യമായിട്ടല്ല. എന്നാൽ അതല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തന്ന് അങ്ങനെ ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അവൻ്റെ സ്നേഹത്തിൽ വേരുറച്ച് ആർക്കും എന്നെ കുലുക്കാൻ പറ്റാത്ത ഒരിടത്ത് മനുഷ്യൻ എന്ത് ചെയ്താലും, എന്നെ ഉപദ്രവിക്കുകയോ എനിക്ക് ദോഷം ചെയ്യുകയോ എന്നെ ജയിലിലിടുകയോ എന്തു തന്നെ എനിക്കെതിരായിട്ട് ചെയ്താലും ഞാൻ കുലുങ്ങാത്ത ഒരിടത്ത് എത്തിച്ചേർന്നു. എൻ്റെ മേൽവിലാസം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആരും എന്നെ കണ്ടെത്തേണ്ടത് ഈ മേൽവിലാസത്തിലാണ്. വേരുതുക അതൊരു വൃക്ഷത്തിൻ്റെ ചിത്രമാണ്. നിങ്ങളെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ചില മരങ്ങൾ അത് 2000 വർഷങ്ങളായിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ്. യേശു ജീവിച്ചിരുന്ന ആ സമയം തൊട്ട് അത് വേരൂന്നി കാറ്റടിച്ചാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും കുലുങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ഭൂമി കുലുക്കത്തിലും അത് വേരുറച്ച് നിൽക്കുകയാണ്. മറ്റൊരു കാര്യം പറയുന്നത്, അടിസ്ഥാനപ്പെട്ട് ആഴത്തിൽ അടിസ്ഥാനമുള്ള ചില കെട്ടിടങ്ങൾ ഒരു വൃക്ഷത്തിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ ഉദാഹരണം. സ്നേഹത്തിൽ കുലുങ്ങാതെ, ഇതാണ് കുലുക്കമില്ലാതെ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ കോൺഫറൻസിൻ്റെ തീം അതാണല്ലോ, കുലുക്കമില്ലാതെ നിൽക്കുക.